ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻറ്റിസ്റ്റും മനഃശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയത്തിലെങ്കിലും ഇപ്പോൾ എല്ലാ വിഷയത്തിനും A+ ഉള്ള കുട്ടികളുടെയാണ് നമ്മൾ പഞ്ചായത്തിലൊക്കെ ബോർഡ് വയ്ക്കുന്നതും പഞ്ചായത്തിലെയും MLA യുടെയും MP യുടെയും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉണ്ടോ കുറച്ച് രസം ഉണ്ടല്ലേ, എല്ലാവരുടെയും ആദരവുണ്ട്. എല്ലാത്തിനും A+ കിട്ടിയവരെ നമ്മൾ ആദരിക്കുന്നത്. പക്ഷേ ഈ ഹവാർഡ് ഗാർഡനർ പറയുന്നത് ഒരു വിഷയത്തിനെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് A+ ഉണ്ടെങ്കിൽ അവൻ ജീനിയസ് ആണെന്ന് പറയുന്നത്. ഒരു വിഷയത്തിനെങ്കിലും A+ ഉണ്ടെങ്കിൽ അവൻ ജീനിയസാണ്. പക്ഷെ ഒരു വിഷയത്തിനെങ്കിലും A+ ഉള്ള ആളുകളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറില്ല. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒന്നിലേറെ വിഷയങ്ങളിൽ നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടാകാം. അപ്പോൾ അതിനകത്ത് ചിലർക്ക് SLC കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉന്നത പഠനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ കരിയർ ഗൈഡൻസിൻ്റെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ ഈ ചായക്കടയിൽ നിന്നാണ് ആളുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പനോട് ആളുകൾ പറഞ്ഞു, മോൻ മെഡിസിന് പോട്ടെ, ആദ്യം പോട്ടെ അവൻ എഞ്ചിനീയർ ആകട്ടെ എന്ന് പറഞ്ഞ് എന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ, ഞാൻ ശങ്കര കോളേജിലാണ് പഠിച്ചതെങ്കിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കൊണ്ടുപോയാണ് എന്നെ ചേർത്തത്, ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ചേർത്തു. എന്നെയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറുണ്ട് മലയാറ്റ സ്കൂളിൽ, അയാളെന്നെ തല്ലി ഒരു പ്രകാരം ഒരു പരുവത്തിലാക്കിയത് കൊണ്ട് ഞാൻ വെറുത്തുപേക്ഷിച്ച ആളാണ്. ആ കണക്ക് മാഷ എനിക്കിഷ്ടമല്ല, കണക്കും ഇഷ്ടമല്ല. 8ാം ക്ലാസ് വരെ നല്ല മാർക്കുണ്ടായതാണ്. ഈ കണ്ടമാനം തല്ലുന്ന അധ്യാപകരെ, ജോസാറോട് ഇരിപ്പുണ്ട്, കണ്ടമാനം തല്ലുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ വെറുക്കും. ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, വേദനിപ്പിച്ചു കൊണ്ടൊന്നും ഒരു കുട്ടിയുടെ സ്വഭാവത്തിലും മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരിക്കൽ ഒരു മാഷ് മരിച്ചേ, നാരായണൻകുട്ടി എന്നാ സാറിൻ്റെ പേര്. അപ്പോൾ ഒരു കൊച്ച് വിളിച്ചു ചോദിച്ചു, ലക്ഷ്മിക്കുട്ടി എന്നാണ് സാറിൻ്റെ ഭാര്യയുടെ പേര്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ടീച്ചറോട് ചോദിച്ചു, നാരായണൻകുട്ടി സാറുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നാരായണൻകുട്ടി സാറ് മരിച്ചില്ല മോനെ എന്ന് പറഞ്ഞു. അവനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, നാരായണൻകുട്ടി സാറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വീണ്ടും പറഞ്ഞു, സാറ് മരിച്ചു പോയില്ല മോനെ, ഒരാഴ്ചയായി മരിച്ചുപോയി. ഇവനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, നാരായണൻകുട്ടി സാറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഈ ടീച്ചർക്ക് മനസ്സിലായി ഒരേ നമ്പറിൽ നിന്ന് ഒരേ സ്ഥലത്തിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞത് നാരായണൻകുട്ടി സാർ മരിച്ചു പോയിന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അതിനുവേണ്ടി വിളിക്കണമെന്ന് പറഞ്ഞു. ഈ കണ്ടമാനം തല്ലി വിഷമിപ്പിച്ച ആളുകളോടുള്ളൊരു മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനൊക്കെ എൻ്റെ മനസ്സിൽ കണക്ക് വെറുത്ത് പേടിച്ച ആളാണ്. എന്നെ മൂവാറ്റുപുഴ നമ്മളെ കൊണ്ടുപോയി ഫസ്റ്റ് ഗ്രൂപ്പിൽ ചേർത്ത് ഇപ്പോൾ അവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിപ്പിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ കോഴിത്തീറ്റ ഒഴികെ ഒരു സാധനം മനസ്സിലാവണില്ല. ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തില്ലേ. ഈ കണക്കിലെന്താ കുഴപ്പം അറിയാം, പണ്ടത്തെ സാറുമാർ നമുക്ക് വീട്ടിൽ സ്റ്റേറ്റില്ല പുസ്തകം ഇല്ലെങ്കിൽ പുറത്താക്കും. നമ്മുടേതല്ലാത്ത കാരണത്താൽ ചിലത് പറയാമല്ലേ, വിവാഹമോചനത്തെക്കുറിച്ച് ഇപ്പോൾ സജീവിടെ ഇരിപ്പുണ്ട്, വിവാഹമോചനം നമ്മുടേതല്ലാത്ത കാരണത്തിൽ പറഞ്ഞ് നമ്മൾ പരസ്യം കൊടുക്കുന്നത് രണ്ടാമത് കല്യാണം കഴിക്കാൻ നേരത്ത്, കാരണമൊക്കെ മറ്റേ ആളുടെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ലേറ്റ് മേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് എന്നെ പുറത്താക്കുന്ന സാറൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ദയനീയാവസ്ഥയല്ലേ സാറേ, സാറിന് ശമ്പളമില്ലേ, ഒരു സ്ലേറ്റ് മേടിച്ചു പോട്ടെ സാറേ. അപ്പം അങ്ങനെ പുറത്താക്കിയ ദിവസം നമ്മളെ പഠിപ്പിച്ച കണക്കിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, പിറ്റേ ദിവസം അകത്ത് കയറുമ്പോൾ ഇത് ആരും നമ്മളെ പഠിപ്പിച്ചു, കണ്ടിന്യൂറ്റി ഇല്ല. അങ്ങനെ നമ്മൾ തോറ്റുപോണേ, വെറുത്തുപേക്ഷിക്കുന്നത്. ഒരാളെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കരുത് ഒരു സാറും. അല്ലെങ്കിൽ ആ സാറ് അവൻ്റെ വീട്ടിൽ ചെന്നോ പിറ്റേ ദിവസം വന്ന സമയത്തോ ഈ കുട്ടിയെ വിളിച്ചിരുത്തി ഇന്നലെ പഠിപ്പിച്ചെന്താന്ന് പറയണം. അല്ലെങ്കിൽ അവനോടും ആ തലമുറയോടും ചെയ്യുന്ന ശാപമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വെറുത്തുപേക്ഷിച്ച ഒരു സബ്ജക്റ്റാണ് കണക്ക്. എനിക്കത് പറ്റില്ല. രണ്ടാമത് എന്താ, എന്നെ കൊണ്ടുവന്ന് കാലടി ശ്രീശങ്കര കോളേജ് ചേർത്തു, സയൻസ് ഗ്രൂപ്പ് എടുത്ത്. ആരാകട്ടെ എന്ന് തീരുമാനിക്കാനാ? സത്യം പറഞ്ഞാൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടറാക്കാനാ. നമുക്ക് വഴങ്ങുന്നൊരു സബ്ജക്റ്റേ അല്ല. സത്യത്തിൽ ഞാൻ ഡിഗ്രി വരെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ പറയും കാരണവന്മാരെല്ലാം. നമ്മൾ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്താൽ A ബാച്ചിലിരിക്കാം. A ബാച്ചാണ് മിടുക്കന്മാരുടെ, B ബാച്ച് അലമ്പന്മാരുടെയാണ്. അപ്പോൾ ഈ A ബാച്ചിലിരിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ച ഈ കുറിഞ്ഞി സാറ് ഹിന്ദിയുടെ അക്ഷരം പഠിപ്പിച്ചാത്തതുകൊണ്ട് ഹിന്ദി നമുക്ക് വശമില്ല. കഷ്ടപ്പെട്ടാണ് പ്രീ ഡിഗ്രി പാസ്സായത്. അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സാജു ചാക്കോ കോളേജിലുണ്ട്, കോളേജിൽ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ കോളേജിൽ ജോർജ് സ്റ്റീഫൻ അവിടെ കൗൺസിലർ ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പ് സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ മലയാളം എടുത്തു. അന്ന് എന്നെ പഠിപ്പിച്ച ഗീതാലയും സാറൊക്കെ കൂടി പറഞ്ഞു, നിനക്ക് സെക്കൻഡ് ലാംഗ്വേജിന് കൂടുതൽ മാർക്കുണ്ട്. സത്യത്തിൽ ഞാൻ എടുക്കേണ്ടിയിരിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വെച്ച് മലയാളം BA, മലയാളം MPhil മലയാളം, PhD മലയാളം എടുത്താൽ മതി. ലോകത്ത് മലയാളം എടുത്തുകൊണ്ട് നമുക്ക് സർവകലാശാല വൈസ് ചാൻസലർ വരെ ആകാം. പക്ഷേ ഞാനന്ന് മലയാളം എടുത്തിറങ്ങിയ ആളുകൾ പറഞ്ഞാൽ ബുദ്ധിയില്ലായിരുന്നെങ്കിൽ. സത്യത്തിൽ ആലോചിച്ച് നോക്കി, ലോകത്ത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷകളിൽ ഒന്നാണേത്? മലയാളം. പിന്നീട് ഞാൻ PG എടുത്തത് കേരള യൂണിവേഴ്സിറ്റി സെൻറ്റർ കാര്യവട്ടത്തു നിന്നാണ്. മലയാള ഭാഷയിലും സാഹിത്യത്തിലും 1ാം ക്ലാസ്സോടെ ഞാൻ പാസ്സായി. സത്യത്തിൽ എന്നെ കൊണ്ടുപോയി ചേർക്കേണ്ടിയിരുന്നത് BA മലയാളം, MA മലയാളം, MPhil മലയാളം, PhD മലയാളം.
ഇതൊഴികെ ബാക്കിയെല്ലാം ഞാൻ പഠിച്ചു പോയി. എന്തോരം വിഷയങ്ങൾ 6 കോളേജിൽ പഠിച്ചു ഞാൻ. ഇതൊന്നും ആയിരുന്നില്ല അവൾ പഠിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഈ അഭിരുചിയുമായി ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞത്, നമ്മൾ താറാവിനോട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് അധികം പോകാറുണ്ട്. വിൽഫ്രണ്ടും മോട്ടിവേഷൻ ട്രെയിനറാണ്. ഞങ്ങൾ പറഞ്ഞെന്താണെയോ, ഈ 2 കൊല്ലം മെഡിസിൻ അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് പോകുന്ന ആളോട് നമ്മൾ പറയണത് 2 കൊല്ലം നന്നായിട്ട് ഡ്രീം ചെയ്താൽ മതി, ഇന്ന് തുളച്ചാൽ മതി, ഇന്ന് ഓട്ടയായി പോവും, പ്രാന്തായി പോവും, പിന്നെ അങ്ങോട്ട് പൊക്കോളൂ 2 കൊല്ലം. ഇപ്പം ഈ താറാവിനെ സംബന്ധിച്ച് നീന്താനേ പറ്റുള്ളൂ, അണ്ണാനെ സംബന്ധിച്ച് മരം കയറാനേ പറ്റുള്ളൂ. ഈ അണ്ണാനോട് നീന്താനോ താറാവിനോട് മരം കയറാനോ പറയരുത്, ഒരിക്കലും സാധ്യമല്ല. മത്സ്യത്തെ നമ്മൾ മരം കയറാൻ പഠിപ്പിക്കരുത്. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചി എന്താണോ ആ അഭിരുചി അനുസരിച്ചാണ് പഠിപ്പിക്കേണ്ടിരുന്നത്. ഞാൻ അടുത്ത കാലത്ത് ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. ഞാൻ ഉന്നത പഠനത്തിന് പോകുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കൾക്ക് അഭിരുചി എന്താണെന്നതിനെ കുറിച്ച് 1-ലേറെ വിഷയങ്ങളിൽ ഉണ്ടാകാം. ആ അഭിരുചിയുള്ള വിഷയത്തിലാണ് സത്യത്തിൽ ട്യൂഷൻ കൊടുക്കേണ്ടത്. ആ അഭിരുചി അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ജീനിയസ് ആവും, ആ രംഗത്ത് വലിയ പ്രതിഭകളായി മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ കേട്ടിട്ടില്ല, നമ്മുടെ ഋഷിരാജ് സിംഗ് ഉണ്ട്. ഋഷിരാജ് സിംഗിൻ്റെ മകന് അത്രയും ബുദ്ധിയോ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ അനിമേഷൻ കോഴ്സിന് അദ്ദേഹം ചേർത്ത്, അനിമേഷൻ കോഴ്സിന്. ഋഷിരാജ് സിംഗ് റാങ്ക് ഹോൾഡറാണ്. പക്ഷെ അത്രയും അനിമേഷൻ കോഴ്സിന് പഠിച്ച് അദ്ദേഹം റാങ്ക് ഹോൾഡറായി ഇന്ന് വലിയ തലത്തിൽ പ്രവർത്തിക്കുക. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളാണ് ബോസ് കൃഷ്ണമാചാരി, അങ്കമാലിക്കാരനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബിനാല നടത്തുന്നയാളാണ്. 6 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ബിനാല നടത്താൻ ബോസിന് കൊടുത്തത്. അപ്പോൾ ഈ ബോസ് കൃഷ്ണമാചാരി സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ച ആളാണ്. അത് പൂർത്തിയാക്കാതെ പോയ ആളാണ് ബോസ് കൃഷ്ണമാചാരി. പിന്നീട് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടി, അമേരിക്കയിൽ പഠിച്ച് ഇദ്ദേഹം ലോകോത്തര നിലവാരത്തിലുള്ള ആളായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ, നമ്മുടെ IM വിജയൻ പഠിക്കാൻ സാമർഥ്യമുള്ള ആളാണ്. അദ്ദേഹം സ്പോർട്സാണ്. അപ്പം ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, ചിലർക്ക് കണക്കായിരിക്കും, ചിലർക്ക് ഭാഷാ വിഷയങ്ങളായിരിക്കും, ചിലർക്ക് ആർട്ടായിരിക്കും, ചിലർക്ക് മ്യൂസിക് ആയിരിക്കും. മ്യൂസീഷ്യന്മാർ ഒരുപാട് പേരില്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് ആ രംഗത്തേക്ക് നമ്മുടെ മക്കളെ തിരിച്ചുവിട്ടാൽ എല്ലാവർക്കും ഡോക്ടർ, എഞ്ചിനീയർ ആക്കാൻ പറ്റില്ല. അതൊരു തെറ്റായിട്ടും കുറവായിട്ടും നമ്മൾ കാണരുത്. പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും സന്തോഷമായി.